നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കുഞ്ഞു കുഞ്ഞ് ക്ലിപ്പുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ചേർത്തൊരു വീഡിയോ ഇടാൻ വിചാരിച്ചു. വേറെ ഒന്നുകൊണ്ടല്ല, ചെറിയ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോയ്ക്കൊന്നും അധികം ഫോക്കസ് ചെയ്യാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഇതേ കണ്ണമ്മോൻ എൻ്റെ അടുത്തിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. റുബിക്സ് ക്യൂബിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. ഒരു എൻ്റർടൈൻമെൻറ്റാണ്. നമുക്ക് സമയം പോകുന്നതോ നമ്മുടെ ചെറിയ ചെറിയ വയ്യായികളോ ഒന്നും ഓർമ്മയിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതേ കണ്ണൻ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കളിച്ചിട്ട് പിന്നെ കണ്ണനും മുത്തശ്ശിയും കൂടി ആയിട്ട് കളി. കണ്ണന് ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ പേര്, വെജിറ്റബിൾസിൻ്റെ പേര്, അതൊക്കെയുള്ള കാർഡ്സൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട് ഇവിടെ കണ്ണൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയ്ക്ക് വന്ന് നോക്കിയപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ അരിൻ്റെ സംഭവങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടിയിട്ട് റാഗീൻ്റെ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കഴിക്കാൻ ഓട്ടടയാണ് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് വേണ്ടിയിട്ട് നൂൽപുട്ടാണ് ഉണ്ടാക്കണേ. അപ്പം ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഷുഗർ ഉള്ളവർക്കാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് നമ്മൾ ഡയറ്റൊക്കെ നോക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, കുറച്ചൊക്കെ തടി വെച്ച് പോയി. തടി വയ്ക്കുന്നത് അത്ര പ്രശ്നമൊന്നുമല്ല, എന്നാലും അങ്ങനെ തടി കൂടുതലാണ്, ഡയറ്റ് ചെയ്ത് മെലിയണം എന്നൊക്കെ ആ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ റാഗീൻ്റെയൊക്കെ ഫുഡ് ഇതേപോലെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. റാഗീൻ്റെ ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് കാൽസ്യം, അയണും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടും. നല്ലൊരു എന്താ പറയുക, ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ റാഗി കൊണ്ട് ഉണ്ടാക്കുന്നതെല്ലാം. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അമ്മ അവിടെ നൂൽപുട്ട് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇൻസുലിൻ എടുക്കുകയാണ്. ആദ്യം ഷുഗറിന് വേണ്ടിയിട്ട് ഗുളികയായിരുന്നു കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇൻസുലിനാക്കാം, അതാണ് ഒന്നും കൂടെ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ഇൻസുലിനൊക്കെ എടുക്കാറുള്ളത്. ആദ്യമൊക്കെ സൂചി കൊണ്ട് തന്നെ കുത്താനൊക്കെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ യൂസ് ആക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അത്ര വലിയ പേടിക്കുന്ന സാധനമൊന്നുമല്ല ഇൻസുലിൻ എടുക്കണമെന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതേ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗോതമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ ഒട്ടുമിക്കതും ഗോതമ്പും അരിയും എല്ലാം വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിക്കാറാണ് കേട്ടോ പതിവ്. ഒന്നും അങ്ങനെ പാക്കറ്റായിട്ടുള്ളത് വാങ്ങാറില്ല. അമ്മയ്ക്ക് അത് പൊതുവേ ഇഷ്ടമല്ല. അപ്പോൾ ഗോതമ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. അത് കണ്ണനും അമ്മയും അച്ഛമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഇത് ഉണങ്ങാനിടുന്നത്. അപ്പോൾ അതേ കണ്ണൻ എല്ലാ പണിക്കും കൂടുന്നുണ്ട് കേട്ടോ ഉണങ്ങാനിടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം അമ്മ അവിടെ കഴുകി മേലൊക്കെ ആകെ നനഞ്ഞെടുക്കണം. അപ്പം അമ്മ പറയുന്നത് എൻ്റെ വീഡിയോ എടുക്കല്ലേ, ഞാൻ അങ്ങോട്ട് പോട്ടെ പറഞ്ഞിട്ട് അമ്മ വേഗം ഗോതമ്പിട്ടിട്ട് പോയി. അച്ചമ്മയും കണ്ണനും കൂടിയാണ് കേട്ടോ അത് പരത്തി നമ്മുടെ മുറ്റത്ത് തന്നെയാണ് തേക്കണത്. നല്ല വെയിൽ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് ഇതേ ചിക്കൻ പാർട്സ് കറിയാണ് ഉണ്ടാക്കുന്നത്. അച്ചമ്മയും അനിയനും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. അച്ചമ്മയും അനിയനും ഏടത്തിയമ്മയും കൂടെ ചേർന്നിട്ടാണ് ചിക്കൻ പാർട്സ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടത്. മറ്റേ നമ്മുടെ ചിക്കൻ്റെ ലിവർ ഒരുപാടൊന്നുമില്ല, 1-2 ഉള്ളൂ. മറ്റേ വേറൊരു കട്ടിയുള്ള സാധനമുള്ളത് അത് വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉച്ചത്തേക്കുള്ളത് ഉണ്ടാക്കുകയാണ്. നമ്മൾ നല്ല വിറകടുപ്പിലാണ് കേട്ടോ ഈ ചിക്കനും മീനൊക്കെ ഉണ്ടാക്കാറുള്ളത്. നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലും വിറകടുപ്പ് ഉണ്ടാവുന്നില്ല, കാരണം വിറകൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ സിറ്റിയിലൊക്കെ ഉള്ളത്. നമുക്ക് പിന്നെ പറമ്പുണ്ട്, പറമ്പിൽ നിന്ന് വിറക് കൊണ്ടുവരാം. അങ്ങനെ പഴയ കാലത്ത് എടുത്ത് വെച്ച കുറേ വിറകുകളുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് അടുത്ത് തന്നെ ആയിട്ട് കവുങ്ങും തോട്ടമല്ല തെങ്ങ് തോട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ കൊതുമ്പും അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാകും. അതുകൊണ്ട് വിറകടുപ്പിലാണ് നമ്മൾ ഇടയ്ക്ക് ചിക്കൻ കറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് ചിക്കൻ പാർട്സ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ പാർട്സ് കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ എല്ലാവർക്കും അറിയണതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാഞ്ഞത്. അപ്പോൾ എല്ലാവരും ഉച്ചത്തേക്കുള്ള തകൃതിയായിട്ടുള്ള പണിയിലാണ്. അമ്മ ഫിഷൊന്നും കഴിക്കാത്തതുകൊണ്ടും പിന്നെ വൈകുന്നേരത്തേക്ക് ഫിഷ് ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇവിടെ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മത്തിമീൻ അമ്മയ്ക്ക് കൂട്ടിനത്. അപ്പുറത്തൊക്കെ കുറേ പൂച്ചകളും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ ഇവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്, എന്താണ് എല്ലാവരും ചെയ്യണേ എന്നുള്ള രീതിയിൽ. അപ്പോൾ കണ്ണമോന് എന്നെ കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കായിരുന്നു കേട്ടോ. കണ്ണൻ്റെ കുറേ കളിക്കോപ്പുകൾ അവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ നിരത്തിയിടും, പിന്നെ പെറുക്കി ആ പെട്ടിക്കാൻ എടുത്ത് വയ്ക്കും, വീണ്ടും നിരത്തും. ഇതൊരു എന്താ പറയുക റൊട്ടീൻ പോലെയാണ് കേട്ടോ. പക്ഷേ രസമാണ് കളിക്കുന്നതൊക്കെ കാണുമ്പം. എൻ്റെ വർത്താനാണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ കുറേ കളിക്കോപ്പുകൾ എല്ലാം നിരത്തിയിട്ടിട്ടുണ്ട്. ഇത് എല്ലാത്തിൻ്റെയും
ഓരോരോ പാർട്സൊക്കെ ഇളകി പോകുന്നതാണ്. ചിലത് മാത്രമേ ഉള്ളൂ വലിയ കേട് വരാത്തത്, ബാക്കി എല്ലാത്തിൻ്റെയും അവിടെ ഇവിടെയൊക്കെ ഇളകി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനവിടെ ഭയങ്കര കളിയിലാണ്. അപ്പം ഞാൻ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ അത് ഉണങ്ങാനിട്ടേക്കാണ്. രാവിലെ ഇങ്ങനെ തോർത്തുമുണ്ട് തലയിൽ കിട്ടിയിരിക്കണത് പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങില്ല, വെള്ളം വലിയാൻ വേണ്ടി അങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ അത് മുടിയൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം മുടി കഴിച്ചിട്ടിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ അത് കുട്ടിയച്ഛനും കണ്ണനും കൂടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ അനിയന്. കണ്ണൻ എന്ന് പറയുന്നത് എൻ്റെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ. കുറേ പേർക്കെങ്കിലും സംശയം ഉണ്ടായിരിക്കും എനിക്ക് ആരൊക്കെയാണ് ഉള്ളതെന്ന്. ഏട്ടനും അനിയനും ആണുള്ളത്. ഏട്ടൻ ഇവിടെ ഇല്ല, നാട്ടിലില്ല, സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഏട്ടൻ്റെ മോനാണ് കണ്ണൻ എന്ന് പറയുന്നത്. അനിയന് എറണാകുളത്താണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. കളിക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഇവിടെ അടുത്ത് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, കണ്ണനെക്കാട്ടും കുറച്ചുകൂടി വലുപ്പമുള്ളത്. ഏട്ടന്മാർ കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണൻ വിടൂല കേട്ടോ. രാത്രി ഇഷ്ടമാണ്. ഏട്ടന്മാർ നല്ല ചേച്ചിമാരാണെങ്കിലും കളിക്കാൻ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കണ്ണൻ വിടൂല കേട്ടോ. അപ്പോൾ ഇവർ പന്ത് കെട്ടി കളിച്ചപ്പോൾ ഇതേ പന്ത് കാറിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. കണ്ണൻ ഇങ്ങനെ കുനിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് എവിടെയാണ് ബോൾ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അപ്പുറത്തുനിന്ന് അനിയൻ നീക്കി കൊടുത്തതും കൊണ്ട് അവന് ബോളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്തായാലും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ഈവനിങ് ചക്കപ്പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചക്കപ്പുഴുക്കും പിന്നെ നമ്മൾ ഉച്ചത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ പാർട്സ് ഉണ്ടല്ലോ, ഒന്ന് ചൂടാക്കാനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചക്കപ്പുഴുക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് റെഡിയായി വന്നു, ഇനി കുഴച്ചൊക്കെ എടുക്കണം കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛമ്മയും കണ്ണനും കൂടെ ബേക്കിൽ കുറച്ച് വിത്തൊക്കെ നടാൻ വേണ്ടി പോവാണ് കേട്ടോ. മുളകിൻ്റെ തൈ ഉണ്ടാക്കാനും കുറച്ച് ചോളത്തിൻ്റെ വിത്ത്, മുളകും വിത്ത്, പിന്നെ എന്തൊക്കെയോ കുറേ വിത്തുകളൊക്കെ നടാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് വീടിൻ്റെ ബേക്കിലേക്ക് കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ള സ്ഥലത്ത് ചെറിയൊരു ഒരു ബണ്ടിൽ പോലെ കെട്ടിയിട്ട് അവിടെ മണ്ണൊക്കെ ഒന്ന് നിരത്തിയിട്ട് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ പായ ഇട്ടേക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പായയാണ് കേട്ടോ. അത് മഴക്കാലം ആയതുകൊണ്ട് മഴവെള്ളം വീണിട്ട് ബേക്ക് ഭാഗമൊക്കെ ചെളിയാവണതിന് പകരം നമ്മൾ നടക്കുമ്പോഴൊക്കെ വീഴുമല്ലോ, അതിന് പകരം പഴയ പായ ആകുമ്പോൾ മടക്കിയിട്ട് അവിടെ അങ്ങനെ ഇട്ടേക്കാണ്. അതുകൊണ്ട് ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ, കുറച്ചൊക്കെ ഒരു വൃത്തിയിൽ നിൽക്കും. അപ്പോൾ അത് ഇത്രയും ഭാഗത്താണ് കേട്ടോ വിത്തൊക്കെ നടാൻ വേണ്ടി പോകുന്നത്. അച്ഛമ്മ അത് കളച്ചെല്ലാം ശരിയാക്കുന്നുണ്ട്. കണ്ണനൊരു കോലും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ, ഇളക്കി ശരിയാക്കാൻ വേണ്ടിയിട്ട്, വിത്ത് നടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും അവൻ അതിൻ്റെ ഇടയിലുണ്ടാവും കേട്ടോ, പണിയെടുക്കാനാണെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ വിത്ത് നടാൻ വേണ്ടിയിട്ട് കോലും കൊണ്ട് ഇത് മണ്ണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണനെ. ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികളെ കൊണ്ട് ആവുന്ന കാര്യങ്ങളൊക്കെ അന്നേരം ചെയ്യിപ്പിച്ചാലുണ്ടല്ലോ, അവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആവും. ഇപ്പോൾ ഇവിടെ മണ്ണ് നീക്കിയിട്ട് വിത്തിടുന്നതൊക്കെ കണ്ണൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കിയെടുത്താൽ അവൻ എന്താ പറയുക, ഇപ്പോൾ കുട്ടികളധികം എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളാണിതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ അവരെ ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതൊരു എക്സ്പീരിയൻസ് ആകും, ഒരു മെമ്മറി ആയിരിക്കും. ഒട്ടുമിക്ക ഇപ്പോഴത്തെ പുതുതലമുറയൊന്നും അങ്ങനെ കൃഷിയിലൊന്നും വലിയ താല്പര്യം കാണിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ കൃഷീൻ്റെയും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ ഒരു എക്സ്പീരിയൻസും എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊക്കെ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ അതേ കണ്ണൻ മണ്ണിലിറങ്ങി മണ്ണൊക്കെ തൊട്ട് ഇതാക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ പ്രതിരോധശേഷി കിട്ടും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കൈ കഴുകിയാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേ അമ്മ ഓരോരോ വിത്തുകളൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലൊരു ഈവനിങ് റൊട്ടീൻ എന്ന് പറയുന്നത്. അമ്മ നഴ്സറി പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഓരോരോ പണിയിലായിരിക്കും കേട്ടോ. അവിടെ പിന്നെ നബാർഡ് എന്ന് പറയുന്നതിന്ന് കുറേ കിഴങ്ങ് വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ വാഴേൻ്റെ ചോട്ടിലൊക്കെ അച്ഛൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, തന്നെ അതിന് മുള പൊട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്നതൊക്കെ മുളകിൻ്റെ വിത്തുകളാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇവർ ചെയ്യുന്ന കാണുമ്പോഴൊക്കെ ചെയ്യാനൊക്കെ തോന്നും, പക്ഷെ എന്നെക്കൊണ്ട് കഴിയാത്തതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ മലാവിയിലെ എൻ്റെ കൃഷിയും ആ ഒരു കൃഷിത്തോട്ടവും പൂന്തോട്ടമൊക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ കാര്യം ഞാൻ ഓരോ വിത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നട്ടിട്ട് അതെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള നോക്കണ ഒരു പരിപാടി എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ, കുറേ കൃഷികളൊക്കെ. അപ്പോൾ എന്തായാലും ഇനി വീണ്ടും മലായിക്ക് തിരിച്ച് എന്നിട്ട് വേണം അതൊക്കെ വീണ്ടും തുടങ്ങാൻ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.